അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 1 ഞായറാഴ്ച. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ഇന്ന് ഏറെ പ്രസക്തമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഗുരു ലോകത്തിന് നൽകിയത് എല്ലാവരും മനുഷ്യകുടുംബത്തിലെ അംഗങ്ങളാണെന്ന സന്ദേശമാണ്. രാഷ്ട്രങ്ങൾക്കിടയിലും വ്യക്തികൾക്കിടയിലും അസഹിഷ്ണുതയും വിദ്വേഷവും വർദ്ധിച്ചുവരുന്ന ഈ കാലത്ത് ഗുരുവിന്റെ സന്ദേശം ഏറെ പ്രസക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ശിവഗിരി മഠം സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിനുള്ള ആശീർവാദ പ്രഭാഷണത്തിലാണ് മാർപ്പാപ്പ ഗുരുവിനെ അനുസ്മരിച്ച് സംസാരിച്ചത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സഹായം ലഭിക്കാൻ തനിക്ക് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് AICC ജനറൽ സെക്രട്ടറിയും വയനാട് MP-യുമായ പ്രിയങ്ക ഗാന്ധി. ദുരന്തത്തിന് ശേഷം വിനോദസഞ്ചാരികൾ പോലും വയനാട്ടിലേക്ക് വരാൻ മടിക്കുന്നുവെന്നും എന്നാൽ വയനാട്ടിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഭാവി ഉണ്ടാക്കണമെന്നും തനിക്ക് അതിന് കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രിയങ്ക പറഞ്ഞു. ദുരന്തം നേരിട്ട ആളുകളുടെ ധൈര്യത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പ്രിയങ്ക ഗാന്ധി 2 ദിവസത്തെ മണ്ഡല സന്ദർശനത്തിന് എത്തിയപ്പോഴാണ് തന്റെ പ്രതീക്ഷകൾ പങ്കുവച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കേരള കലാമണ്ഡലത്തിലെ മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിട്ടു. അധ്യാപകർ മുതൽ സെക്യൂരിറ്റി ജീവനക്കാർ വരെയുള്ള 120ഓളം താൽക്കാലിക ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. ഡിസംബർ 1 തീയതി മുതൽ ജീവനക്കാർ ആരും ജോലിക്ക് വരേണ്ടതില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പിരിച്ചുവിടൽ ഉത്തരവിറക്കി. കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം ജീവനക്കാരെ പിരിച്ചുവിടുന്നത്. ഫിൻചാൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ കനക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ ഗുരുതര വൈകല്യങ്ങളോടെ കുഞ്ഞ് ജനിച്ചതിൽ നടപടിയുമായി ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രി നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം മിഡാസ്, ശങ്കേഴ്സ് എന്നീ ലാബുകളുടെ അൾട്രാസൗണ്ട് സ്കാനിന്റെ പ്രവർത്തനം സീൽ ചെയ്തു. നിയമപ്രകാരം സ്കാനിങ്ങിന്റെ റെക്കോർഡുകൾ 2 വർഷം സൂക്ഷിക്കണമെന്നാണ് നിബന്ധന. എന്നാൽ റെക്കോർഡുകൾ ഒന്നും തന്നെ സ്ഥാപനങ്ങൾ സൂക്ഷിച്ചിട്ടില്ലെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. കൊടകര കുഴൽപ്പണക്കേസിൽ തിരൂർ സതീഷ് തുടരന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി മൊഴി നൽകി. BJP ഓഫീസിലെത്തിച്ച പണത്തിന്റെ വിവരങ്ങളും അത് ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട രേഖകളും കൈമാറിയിട്ടുണ്ടെന്ന് തിരൂർ സതീഷ് പറഞ്ഞു. 2 മണിക്കൂറിലധികം മൊഴിയെടുക്കൽ നീണ്ടു. കൊടകര കവർച്ചയ്ക്ക് മുമ്പ് 9 കോടി രൂപ ചാക്കിലാക്കി BJP ഓഫീസിലെത്തിച്ചുവെന്നായിരുന്നു സതീഷ് വെളിപ്പെടുത്തിയത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഹാജർ ബുക്ക് ഒഴിവാക്കി. ബയോമെട്രിക് പഞ്ചിംഗ് പൂർണ്ണമായും നടപ്പാക്കിയ സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാർ ഹാജർ ബുക്കിൽ ഒപ്പിടേണ്ടെന്ന് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി. എന്നാൽ ബയോമെട്രിക്കിൽ നിന്നും ഒഴിവാക്കിയ ജീവനക്കാർക്ക് മാത്രം ഹാജർ ബുക്കിൽ ഒപ്പിടാമെന്നും ഇവർക്ക് മാത്രമായി ഹാജർ ബുക്ക് ഉപയോഗിക്കാമെന്നും പൊതുഭരണ സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. കൊഴിഞ്ഞാമ്പാറയിലെ CPM-ലെ വിഭാഗീയതയ്ക്ക് പിന്നാലെ ഒരു വിഭാഗം സമാന്തര പാർട്ടി ഓഫീസ് തുടങ്ങി. കൊഴിഞ്ഞാമ്പാറ പൊള്ളാച്ചി റോഡിൽ EMS സ്മാരകം എന്ന പേരിലാണ് ഓഫീസ് തുറന്നത്. കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. മുഹമ്മദ് ഫാറൂഖ് സമാന്തര ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ആവശ്യത്തിന് ജനസേവന കേന്ദ്രമായി ഓഫീസ് പ്രവർത്തിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. ആലപ്പുഴ CPM-ലെ വിഭാഗീയത മൂലമല്ല ബിബിൻ C. ബാബു BJP-യിൽ ചേർന്നതെന്നും പാർട്ടി നടപടി നേരിട്ടതുകൊണ്ടാണ് ബിബിൻ BJP-യിലേക്ക് പോയതെന്നും പാർട്ടി ജില്ലാ സെക്രട്ടറി R. നാസർ. ബിബിൻ കൈക്കൊണ്ടത് തെറ്റായ തീരുമാനമാണെന്നും CPM-ൽ മതനിരപേക്ഷത തകർന്നുവെന്ന് പറഞ്ഞ ബിബിൻ തെരഞ്ഞെടുത്തത് RSSന്റെ രാഷ്ട്രീയമല്ലേയെന്നും നാസർ ചോദിച്ചു. അതേസമയം മുതിർന്ന CPM നേതാവ് G. സുധാകരനെ CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാത്തത് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാണെന്നും അദ്ദേഹത്തോട് ഒരു വിരോധവുമില്ലെന്നും ഒഴിവാക്കി നിർത്തിയതല്ലെന്നും അതിന്റെ ആവശ്യമില്ലെന്നും R. നാസർ പറഞ്ഞു. CPM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടൽ മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് PV അൻവർ MLA.
മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് കേരളത്തിലെ CPM എന്നും ഇത് ഇവിടം കൊണ്ട് അവസാനിക്കില്ലെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. പാർട്ടിയെ വ്യക്തിപരമായും കുടുംബപരമായും സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടിയും കുറെ ആളുകൾ കൈയടക്കി വെച്ചിരിക്കുകയാണെന്നും പ്രതിഷേധം സംസ്ഥാനമാകെ വ്യാപിക്കാൻ പോവുകയാണെന്നും അതിന്റെ മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ടുകളാണ് ഇപ്പോൾ ഉയരുന്നതെന്നും യഥാർത്ഥ പൂരം വരാനിരിക്കുന്നതേയുള്ളൂവെന്നും അൻവർ കുറിച്ചു. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർക്കെതിരെ വിവിധ പത്രങ്ങളുടെ പാലക്കാട് എഡിഷനിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പ്രസിദ്ധീകരിച്ച ഇടതുമുന്നണിയുടെ പത്രപരസ്യ വിവാദത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റിന് നോട്ടീസ് നൽകിയതായി പാലക്കാട് ജില്ലാ കളക്ടർ. അനുമതിയില്ലാതെ പരസ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്ന ആരോപണം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ മാധ്യമ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നുവെന്നും ഇതിനായി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും പാലക്കാട് ജില്ലാ കളക്ടർ വിശദമാക്കി. കൊടുവള്ളിയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ജ്വല്ലറി ഉടമയെ കാറിലെത്തിയ സംഘം ഇടിച്ചു വീഴ്ത്തി 2 കിലോയോളം സ്വർണം കവർന്ന സംഭവത്തിൽ വഴിത്തിരിവ്. കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ കടയുടമയുടെ സുഹൃത്തായ രമേശാണെന്ന് പോലീസ്. കേസിലെ സൂത്രധാരനായ രമേശ് ഉൾപ്പെടെ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വലിയൊരു സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടാണ് രമേശ് കവർച്ച ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറഞ്ഞു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ 29ാമത് IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വിഖ്യാത ഹോങ്കോങ് സംവിധായികയും തിരക്കഥാകൃത്തും നിർമ്മാതാവും നടിയുമായ ആൻ ഹുയിക്ക് 10 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ചാവക്കാട് ബ്ലാങ്ങാട് കടപ്പുറത്ത് വീണ്ടും ചാകര. ഇന്നലെ രാവിലെയാണ് ചാളക്കൂട്ടം തിരയോടൊപ്പം കരയ്ക്ക് കയറിയത്. അരമണിക്കൂറിൽ താഴെ സമയം മാത്രമാണ് ചാളക്കൂട്ടം കരയ്ക്ക് കയറിയതെങ്കിലും 2 ആഴ്ച മുമ്പ് കടപ്പുറം പഞ്ചായത്തിന്റെ വിവിധ തീരങ്ങളിലുണ്ടായതിനേക്കാൾ കൂടുതൽ മീനുകൾ ഇത്തവണ കരയ്ക്ക് കയറി. കുട്ടകളിലും കവറുകളിലുമായി നാട്ടുകാരും ബീച്ചിലുണ്ടായിരുന്നവരും മീൻ ശേഖരിച്ചു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഫിൻജാൽ ചുഴലിക്കാറ്റ് കരതൊട്ടതോടെ തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര തീരങ്ങൾ അതീവ ജാഗ്രതയിൽ. കനത്ത മഴയ്ക്കിടെ 2 പേർ ചെന്നൈയിൽ ഷോക്കേറ്റ് മരിച്ചു. മഹാബലിപുരത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രി തുടങ്ങിയ കനത്ത മഴയിൽ ചെന്നൈ നഗരം വെള്ളത്തിൽ മുങ്ങി. പല ട്രെയിനുകളും ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താതെ യാത്ര അവസാനിപ്പിച്ചു. 2500-ലേറെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഏത് സ്ഥിതിയും നേരിടാൻ സജ്ജമാണെന്ന് തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർ വ്യക്തമാക്കി. ദില്ലി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നേരെ ആക്രമണം. ഇന്നലെ ദില്ലിയിലെ ഗ്രേറ്റർ കൈലാഷ് ഭാഗത്ത് പ്രവർത്തകർക്കും മറ്റ് നേതാക്കൾക്കുമൊപ്പം പദയാത്ര നടത്തുന്നതിനിടെയാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. പദയാത്ര നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് കെജ്രിവാളിന് നേരെ ഒരാൾ ദ്രാവകം എറിയുകയായിരുന്നു. ഉടൻ തന്നെ അക്രമിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും പ്രതിയെ ചോദ്യം ചെയ്യുകയാണെന്നും ദില്ലി പോലീസ് അറിയിച്ചു. ഉത്തർപ്രദേശിലെ വാരാണസി റെയിൽവേ സ്റ്റേഷനിൽ വാഹന പാർക്കിംഗ് ഏരിയയിൽ തീപിടുത്തം. 200-ലേറെ വാഹനങ്ങൾ കത്തിനശിച്ചു. ഇന്നലെ പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഭീഷണി സന്ദേശം നൽകി ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർപത്വന്ത് സിംഗ് പന്നൂൻ. ഡിസംബർ 1 D-Day ആണെന്നും അന്ന് ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്ര ഒഴിവാക്കണമെന്നും യാത്രക്കാരോട് നിർദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു ഭീഷണി സന്ദേശം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഡിസംബർ 5-ാം തീയതി വൈകിട്ട് 5 മണിക്ക് നടക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ ചന്ദ്രശേഖർ ബാവൻകുലെ. എക്സിലെ കുറിപ്പിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരിക്കും മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയെന്നും ബാവൻകുലെ കുറിപ്പിൽ പറയുന്നു. ഓരോ ആക്രമണവും അദാനി ഗ്രൂപ്പിനെ കൂടുതൽ ശക്തമാക്കുകയാണെന്ന് ചെയർമാൻ ഗൗതം അദാനി. സൗരോർജ്ജ കരാറിന് കൈക്കൂലി നൽകിയെന്ന ആരോപണത്തിൽ അദാനി ഗ്രൂപ്പിനെതിരെ അമേരിക്ക അഴിമതിക്കുറ്റം ചുമത്തിയതിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യമായിട്ടല്ല ഇത്തരം വെല്ലുവിളികളെന്നും നിയമം പാലിച്ചു തന്നെ മുന്നോട്ടു പോകുമെന്നും ഗൗതം അദാനി പറഞ്ഞു. പ്രചരിക്കുന്നതൊന്നുമല്ല വസ്തുതയെന്നും നിക്ഷിപ്ത താൽപര്യത്തോടെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നതെന്നും ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആരും ഒരു തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനമോ ഗൂഢാലോചനയോ നടത്തിയിട്ടില്ലെന്നും എങ്കിലും വസ്തുതകളേക്കാൾ വേഗത്തിൽ തെറ്റായ കാര്യങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നതെന്നും ഗൗതം അദാനി പറഞ്ഞു. നൈജീരിയയിൽ നദിയിൽ ബോട്ട് മറിഞ്ഞ് 27 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേരെ കാണാതായി.
കോഗി സംസ്ഥാനത്തെ ഡാംബോയ്ക്ക് സമീപം നൈജർ നദിയിൽ വെള്ളിയാഴ്ചയാണ് സംഭവം. രാജ്യത്തെ തിരക്കേറിയ നദീജലപാതയാണിത്. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ പരമാധികാരം സംരക്ഷിക്കാനുള്ള റഷ്യൻ പോരാട്ടത്തിന് എല്ലാ സഹായമുണ്ടാകുമെന്നും കിം ജോങ് ഉൻ വ്യക്തമാക്കി. റഷ്യൻ പ്രതിരോധ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കിം ജോങ് ഉൻ ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ഹൈബ്രിഡ് മോഡലിൽ സംഘടിപ്പിക്കാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് സമ്മതിച്ചതായി റിപ്പോർട്ട്. ഇന്ത്യയുടെ മത്സരങ്ങൾ മറ്റൊരു വേദിയിൽ നടത്താനുള്ള ഹൈബ്രിഡ് മോഡൽ നിർദ്ദേശം അംഗീകരിച്ചില്ലെങ്കിൽ ടൂർണമെന്റ് പാകിസ്ഥാനിൽ നിന്ന് മാറ്റുമെന്ന് ICC താക്കീത് നൽകിയിരുന്നു. ഇതോടെയാണ് PCB വഴങ്ങിയതെന്നാണ് സൂചന. ടൂർണമെന്റിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ UAEയിൽ നടക്കാനാണ് സാധ്യത. ഇതോടുകൂടി ഡെയിലി ന്യൂസ് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.